സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ. അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ പ്രിയ ദൈവമേ, വാഴ്ത്തിയിട തിരുനാമം. അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ പ്രിയ ദൈവമേ, വാഴ്ത്തിയിട തിരുനാമം. അവിടുന്നല്ലോ സത്യം, അവിടുന്നല്ലോ സ്നേഹം, അവിടുന്നല്ലോ ജീവൻ, അവിടുന്നേകദൈവം. അവിടുന്നല്ലോ സത്യം, അവിടുന്നല്ലോ സ്നേഹം, അവിടുന്നല്ലോ ജീവൻ, അവിടുന്നേകദൈവം. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ ഈ ബലിയിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ബോസ്കോയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്. ആ മകനെ സുഖപ്പെടുത്തണമെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഗിഡൽഫിന് ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് പതുക്കെ റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ സൗഖ്യത്തിനായിട്ട് നമുക്ക് ഈശോയോട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അമ്മൽ എന്ന മകൻ്റെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്യാം. ഈശോ ഇന്ന് സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നത് നിയമങ്ങളെയോ വ്യത്യാസപ്പെടുത്തുവാനോ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പൂർത്തീകരിക്കപ്പെടാനാണ്, അല്ലെങ്കിൽ പൂർത്തിയാക്കാനാണ് ഈശോ വന്നതെന്ന് ഈശോ പറയുകയാണ്. ഇപ്പം ഈശോയാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത എന്ന് ഈശോയുടെ ജീവിതം നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ ആ ഒരു നന്മയുടെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ പൂർണ്ണത, അതുപോലെ നിയമങ്ങളുടെ പൂർണ്ണത എല്ലാം ഈശോയാണ്. അപ്പോൾ ഈശോയെ സ്വന്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പല പല വികലതകളും പല പല അസ്വസ്ഥതകളും ബലഹീനതകളും ഉള്ളവരാണ് നമ്മളെല്ലാവരും. അതിൽ നിന്നൊക്കെ പിന്മാറാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ തിരുഹിതത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം, ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ
നിൻ്റെ കൃപയുള്ള മക്കളാക്കി മാറ്റണമേ എന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവിടുത്തെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യക പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തപസ്സുകാല അനുഷ്ഠാനം വഴി പരിശീലനം ലഭിച്ചവരും അവിടുത്തെ വചനത്താൽ പരിപൂർണരുമായ ഞങ്ങൾ വിശുദ്ധമായ ആത്മസംയമനത്താൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സമർപ്പിതരും സർവദാ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടവരുമാകുന്നതിൽ അനുഗ്രഹം നൽകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനത? ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻ്റെ രോമം പോലെ മഞ്ഞു പെയ്യുന്നു, ചാരം പോലെ ഹിമധൂളി വിതറുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷതായ പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംസിദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരിൽ ചെയ്തത് നിയമത്തെ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയിലും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ.
പൂജാവേദിയിൽ നാദാ ഒരു കാണിക്കയായി ഞാനേകാം. മമ മനവും കൂടി കിനാവും കരളുരുകും എൻ വേദനയും ഈ പൂജാവേദിയിൽ നാദാ ഒരു കാണിക്കയായി ഞാനേകാം. മമ മനവും കൂടി കിനാവും കരളുരുകും എൻ വേദനയും ഈ പൂജാവേദി നാദാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവസ്വത്തിന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങ് കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ആശ്വാസങ്ങൾ സമർപ്പണത്തോടൊപ്പം അവിടുത്തെ ജനത്തിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും അവിടുത്തെ രഹസ്യങ്ങൾ ആഘോഷിക്കുന്ന ഞങ്ങളെ സകല അപകടങ്ങളും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വത്തിനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. ശാരീരിക ഉപവാസത്തിൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി വലാഹർ അങ്ങേ പ്രാഭവം വാഴ്ത്തുകയും അദേശമാൻ ആരാധിക്കുകയും ആധികാരികവും ഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗശാത്യന്മാർ നേരെ ധന്യനായ ശ്രാപ്പുകളും ആഹ്ലാദപരിതരം നേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ കൃത്യമായി മത്സനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാൻ ദൈവത്തിന്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത്, സമാധാനങ്ങൾ ഓർത്ത്, സന്തോഷങ്ങൾ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ ഭക്ഷണങ്ങളെയും അതുപോലെ ദാഹജലങ്ങളെയും നമുക്ക് വീടിനെയും വസ്ത്രങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുക. പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ബോസ്കോ എന്ന സഹോദരനെ ക്യാൻസറാണ്. ആ മകൻ്റെ പൂർണ്ണമായുള്ള സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഡെൽഫിൻ എന്ന മകൻ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇപ്പോൾ വളരെ റെഡിയായിട്ട് വരികയാണ്. ആ മകനെ പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുക്കണമേ നമുക്ക് യാചിക്കാം. അമൽ എന്ന മകൻ്റെ നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ സാന്തോ മിഷൻ എന്ന ചാനലിലൂടെ നമുക്ക് ഈ ബലിയർപ്പണം നൽകി അനുഗ്രഹിക്കുന്ന മക്കളെ, ജോബിനെയും എബിനെയും ജിസിനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും നമ്മുടെ ജൂഡിനെയും പ്രത്യേകമായിട്ട് ഈശ്വര കരങ്ങളിൽ കൊടുക്കാം, പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെല്ലാം ആസ്വദിക്കപ്പെടാൻ, അവരുടെ സാമ്പത്തികമായുള്ള ക്ലേശങ്ങളെല്ലാം മാറുവാൻ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ആകയാൽ കർത്താവേ, അടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകവും വ്യവിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളൊരു അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ജെയ്സ് പിതാവിനോട് വരികിടത്തോട് വന്ന് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവമാതാവ് സനിയാമരത്തോടും ആ കനിയുടെ ഭർത്താവായ വകയുടെ സപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടെ ജീവൽ പങ്കുചേരാൻ അർഹരാക്കി പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദൈവോദ്ദേശരവൽകൃതരായും നിർഭയം നമുക്ക് യേശുവെല്ലാം സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളും ഞങ്ങൾ മോചിപ്പെടുത്തി ഞങ്ങൾ സമാധാനം കനിവാറ് നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാവശ്യങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകുന്ന തരുന്ന അപ്പോസ്തലന്മാർ വിശുദ്ധ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം സഭയുടെ വിശ്വാസികൾ പ്രാർത്ഥന തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ അനുസരണം അവർ സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ മനസ്സിന് ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ ഔഷധമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെയൊക്കെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവേ, ഞങ്ങളെ പരിപോഷിപ്പിച്ച സ്വർഗീയ വിരുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും സകല തിന്മകളും ശുദ്ധീകൃതരായ ഉന്നതങ്ങളിൽ നിന്നുള്ള വാഗ്ദാനങ്ങളിലേക്ക് യോഗ്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് പ്രീതികരമായ ഒരു മനോഭാവം അങ്ങേ ജനത്തിന് നൽകണമേ. എന്നാൽ അവിടുത്തെ പ്രബോധനങ്ങളോട് അവരെ അനുയുക്തരാക്കാം. അവരിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങ് വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുകയും ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറിയമേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ, പിതാവേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ, സോസ്യാനോസേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ, സകല വിസ്തരേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ, സകല മാലാഖമാരേ, ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ. മാതാവേ നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. പാപിയാം ഞാനെൻ്റെ പാപഭാരവുമാ പാദസംഗീതം തേടിയണയുന്നു നീ അനുഗ്രഹിക്ക. മേരി മാതാവേ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. മേരി മാതാവേ നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ.